അങ്ങോട്ട് പോയി മറിയ നേരത്തെ തന്നെ കല്യാണത്തിൽ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന്
ആ വിവാഹപ്പകല് ആകെ ഒരു പരിഭ്രമം. വീട്ടിൽ തീർന്നു വരുന്നു. ഇസ്രായേൽക്കാരുടെ സാധാരണ ഭക്ഷണത്തിലൂടെ ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് നേരി ലഹരിയും മധുരവുമുള്ള മുന്തിരിച്ചാറുമാണ് ഈ പാനീയം. എത്ര വളർന്നാലും കേടാവില്ല. വീര്യം കൂടുതലേ ഉള്ളൂ. വിവാഹ വീടുകളിൽ സാധാരണ വീപ്പ കണക്കിന് വീട് കരുതി വെച്ചിട്ടുണ്ടോ? പഴയതിന് പുതിയ കൃഷിക്കാരായ എഴുത്തുകാരനും ആദ്യം നല്ല വീടുകൾ എന്നിട്ടേ മോശം വിവാഹങ്ങളില് സാധാരണ വീപ്പ കണക്കിന് വീട് കരുതി വെച്ചിട്ടുണ്ടാവും. പഴയതിനും പുതിയ വീട് കൃഷിക്കാരായ എഴുത്തുകാരനും ആദ്യം നല്ല വീടുകളൊക്കെ അത് കുറിച്ച് ലഹരി പിടിച്ചു കഴിഞ്ഞാൽ ഗുണം കുറഞ്ഞ വീഞ്ഞാക്കി കൊടുക്കുക. ഇവിടെയുണ്ടോ എല്ലാ വീടും തീർന്നു വരുന്നു. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മാതാവ് തന്റെ മകന്റെ അടുത്ത് ഓടിച്ചെന്നു. മകനെ, അവരുടെ വീട് തീർന്നു വരുന്നു. ഈശോ പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിരക്കുമെന്ന് 8 സമയം ഇനിയും ആയിട്ടില്ല. മറിയം പണിക്കാരോട് ഇവൻ പറയുന്ന പോലെ ചെയ്ത് ഈശോ പറഞ്ഞു, ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറഞ്ഞു കൽപ്പനയില്ലേ ഇവിടെ? അതിൽ വെള്ളം നിറഞ്ഞു. പണ്ടാർ അതേ പണം തന്നെ ചെയ്തു. ഒരു നിമിഷം ഈശോ സ്വർഗത്തിലേക്ക് നോക്കി പിതാവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം പണിക്കാരോട് പറഞ്ഞു, ഇതിൽ നിന്ന് ഇത്തിരി വെള്ളത്തിൽ കലർക്കാരൻ പോയി. കലർക്കാരന് അതിഥികൾ ആ നല്ല വെള്ളം കുറിച്ച് അത്ഭുതപ്പെട്ടു. അവർ ഇത്ര നല്ല വെള്ളം ഇതുവരെ കുടിച്ചിട്ടില്ല. വീട്ടുകാർ മാറ്റി വെക്കണം. കലർക്കാരൻ അല്പം നിരസത്തടെ കലാകാരൻ ആളെ വിളിച്ചു പറഞ്ഞു, ചെന്നാതി ആദ്യം നല്ല വീണണം, എന്നിട്ട് മോശം വീണാകാമുള്ളൂ. ഇത്രയും നേരം നല്ല വീഞ്ഞ് സൂക്ഷിച്ചു വെച്ചില്ലേ? അതെ, ഈ നല്ല വീഞ്ഞിന്റെ വേഷം വെള്ളം കോരിയ പണ്ടാർ മാത്രമേ അറിയുള്ളൂ. കൂട്ടുകാരെ, യഥാർത്ഥത്തിൽ അവർ ലോക ചരിത്രത്തിൽ തന്നെ മറ്റൊരിടത്തും നടന്നിട്ടില്ലാത്ത അത്ഭുതത്തിന്റെ സാക്ഷികളാണ്. രുചിയും ലഹരിയുമില്ലാത്ത പച്ചവെള്ളം ഈശോ രുചിയും വീര്യമുള്ള എത്ര നാളുകൾ കേടാത്ത വീഞ്ഞാക്കി മാറ്റിയ മഹാ അത്ഭുതം. അതെ, ഈശോയുടെ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള ലോകത്തിന്റെ അവസ്ഥ പച്ചവെള്ളത്തിൻ്റെതുപോലെ. അവിടെ വന്നപ്പോൾ അവിടുന്ന് കടാക്ഷിച്ചപ്പോൾ ലോകത്തിന് ജീവിതത്തിന് രുചിയും ലഹരിയും. അതിന് വെള്ളം പോലെ കാലപ്രകം കൊണ്ട് ചീത്തയാവില്ല. അതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. ആ ജീവിതം നമുക്ക് സ്വന്തമാക്കാം. സുശേഷം അനുസരിച്ച് ജീവിക്കാം. നന്ദി, അക്ഷരങ്ങളിൽ